എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ലഞ്ച് കോംബോ നോക്കാം. വളരെ പോപ്പുലറും അതുപോലെ മിക്ക വീടുകളിലും ഉണ്ടാക്കാറുള്ള ഒരു കോംബോ ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. എളുപ്പത്തിൽ കുറച്ച് ട്രിക്സൊക്കെ യൂസ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം കുറഞ്ഞ സമയത്തിൽ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് എൻ്റെ ഒരു സ്റ്റൈലാണ്. ചോറ് ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കറികളാണ് ഇതിൽ കാണിക്കുന്നത്. അതും സാമ്പാർ ഇതിൽ ഷെയർ ചെയ്യുന്നില്ല. മുന്നേ തന്നെ ഒരു സാമ്പാറിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. മീൻ എടുത്തിട്ടുള്ളത് ചാളയാണ്. നമ്മൾ സാധാരണ വീട്ടിലെടുക്കുന്ന ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. ഒന്ന് വരഞ്ഞു കൊടുക്കാം. വരഞ്ഞ് അതിലേക്ക് വളരെ ബേസിക് ആയിട്ടുള്ള മസാലകൾ മാത്രമാണ് ചേർക്കുന്നത്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നും ചേർക്കാനില്ല. ഇത് മാത്രം ചേർത്താലും നല്ല ടേസ്റ്റിയാണ്. ഒരു 10 മീൻ വരെയൊക്കെ പൊരിക്കാൻ ഈ ഒരു മസാല മതി. അയിലയൊക്കെ ആണെങ്കിൽ ഒരു 2-3 അയില, വലിയ അയില പൊരിക്കാനും ഇത്രയും മസാല തന്നെ മതിയാവും. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർക്കാം. ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കണം. ആദ്യം ഇതുപോലെ വെളിച്ചെണ്ണ ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഒന്ന് നല്ല പേസ്റ്റ് പോലാക്കി എടുത്തു വയ്ക്കാം. ഇതിലേക്ക് വരഞ്ഞു വെച്ചിട്ടുള്ള മീൻ ചേർത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുക. ഏറ്റവും കുറഞ്ഞത് 10 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. ഇനി മാറ്റി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. മീൻ ഇതുപോലെ ഒന്ന് പുരട്ടി അപ്പം തന്നെ പൊരിച്ചെടുത്താലും മീനിന് ടേസ്റ്റ് കുറവൊന്നും ഉണ്ടാവില്ല. ഒന്ന് കുറച്ച് നേരം വെച്ചാൽ കുറച്ചും കൂടി മസാല മീനിലേക്ക് പിടിച്ചു കിട്ടും. അത് ഒരുപാട് നേരം ആവശ്യമില്ല. ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് ക്യാബേജ് തോരൻ. അപ്പോൾ അത് കുറേ പേർക്കൊക്കെ ഇഷ്ടമുണ്ടാവും. ഒരു ചെറിയ കഷ്ണം ക്യാബേജാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 3 പേർക്ക് സെർവ് ചെയ്യാൻ കണക്കിന് ഒരു ചെറിയ കഷ്ണം ക്യാബേജ് എടുത്തിട്ടുണ്ട്. ക്യാബേജ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ കൊത്തി അരിഞ്ഞെടുക്കാം. ഒരു കഷ്ണത്തിൽ കത്തി വെച്ച് കൊത്തിയതിന് ശേഷം ചെറുതായി മുറിച്ചെടുക്കാം. ചോപ്പർ ഉണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് അതിലിട്ട് ചോപ്പ് ചെയ്തിട്ടും എടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇങ്ങനെ അരിഞ്ഞെടുത്ത ക്യാബേജ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാബേജ് തോരനിലേക്ക് എരിവിന് ആവശ്യമായിട്ട് പച്ചമുളക് എടുക്കാം. ഒരു 4 മുതൽ ഒരു 5 പച്ചമുളക് വരെ എടുക്കാം, ഓരോരുത്തരുടെ എരിവിനനുസരിച്ചും. അതുപോലെ 10 ചെറിയുള്ളി എടുക്കാം. ചെറിയുള്ളി ചെറുതായി മുറിച്ച് ഈ ക്യാബേജിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. പച്ചമുളക് നെടുവെ കീറിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാബേജ് തോരൻ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് അതിലേക്ക് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ കുറച്ച് കൂടുതൽ ചേർക്കണം, നല്ലത്. ഞാനിവിടെ ഒരു 1 കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട്. 1 കപ്പ് തേങ്ങ ചേർക്കുമ്പോൾ ക്യാബേജ് തോരൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. 2-3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. മിക്സ് ചെയ്തൊരു 2 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനിയൊരു കടായിയോ പാനോ ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുകിട്ട് പൊട്ടിച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജ് ഇട്ട് കൊടുക്കാം. ക്യാബേജ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി അടച്ച് വെച്ചാൽ ക്യാബേജ് തോരൻ റെഡിയാണ്. ഒരുപാട് വഴറ്റൊന്നും വേണ്ട, പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് തോരനാണ്. മിക്സ് ആക്കിയതിന് ശേഷം ചെറിയ തീയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കരുത്. ചെറിയ തീയിൽ അടച്ച് വെച്ച് കൊടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് ക്യാബേജ് തയ്യാറായി കിട്ടും. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും, അടി പിടിക്കുമെന്ന് ഉള്ളവർക്ക്. എപ്പോഴും ചുവട് കട്ടിയിട്ടുള്ള ഒരു കടായി എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി
മീൻ പൊരിച്ചെടുക്കാം. മീൻ പൊരിച്ചെടുക്കാനും വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് അതിൻ്റെ മുകളിലേക്ക് മീൻ വെച്ച് കൊടുത്ത് പൊരിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാ വീട്ടിലും ചെയ്യുന്നതായിരിക്കും. മീൻ പൊരിക്കുന്ന സമയത്ത് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുക. 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ടിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ആദ്യത്തെ ഒരു ഭാഗം നന്നായി വെന്തിട്ടുണ്ടാവും. എന്നിട്ട് ചെറിയ തീയിൽ വെച്ച് ബാക്കിയുള്ളതും കൂടി വേവിച്ചെടുത്താൽ മതി. 5 മിനിറ്റിന് ശേഷം ഈ ക്യാബേജ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. ചോറും ക്യാബേജും അതിൻ്റെ കൂടെ ഒരു സാമ്പാറും കൂടി ഞാൻ സെർവ് ചെയ്യുന്നുണ്ട്. സാമ്പാറിൻ്റെ റെസിപ്പി മുന്നേ ഇട്ടിട്ടുണ്ട്, ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു റെസിപ്പിയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ലൊരു കോമ്പിനേഷനാണ് ക്യാബേജ് തോരനും സാമ്പാറും മീൻ പൊരിച്ചതും. ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് റെസിപ്പീസായിട്ട് കാണാം. അതുവരേക്കും താങ്ക്